പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ആ വാർത്ത നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ SIT സംഘം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പരാതി SITക്ക് കൈമാറി എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് SIT സംഘം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കും. ഇന്നലെയാണ് KPCC അധ്യക്ഷന് പരാതി ലഭിച്ചിരുന്നത്. അതിനുശേഷം ഉണ്ടായ നീക്കങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിരുന്നതാണ്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും എന്നുള്ള നടപടിയിലേക്ക് തന്നെ കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഏറ്റവും അവസാന മണിക്കൂറുകളിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാദം ഈ ഒരു വിധി വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. SIT സംഘം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ പറയൂ. കളി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി വന്ന പുതിയ പരാതിയാണ് ഇപ്പോൾ DGP SITക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു പുതിയ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു പരാതി KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രേഖാമൂലം ഇമെയിൽ വഴി ലഭിച്ചത്. ആ പരാതി ഇന്നലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ ഒരു പരാതിയാണ് ഇപ്പോൾ SITക്ക് കൈമാറിയിരിക്കുന്നത്. SIT ഈ ഒരു യുവതിയെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഈ ഒരു പരാതി ഈ ഒരു യുവതി കൊടുത്ത സമയത്ത് തന്നെ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ നേതൃത്വവും പറഞ്ഞിരുന്നത് രേഖാമൂലം ഒരു പരാതി ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് തെറ്റാണ്. താൻ നേരത്തെയും ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പോലീസിൽ പരാതി നൽകാത്തത് എന്നൊരു കാര്യം യുവതി അതിൽ എടുത്തു പറഞ്ഞിരുന്നു. ആ ഒരു കേസാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പരാതിയാണ് ഇപ്പോൾ DGP SITക്ക് കൈമാറിയിരിക്കുന്നത്. അതിലാണ് ഇനിയിപ്പോൾ യുവതിയെ കണ്ടെത്തി മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. അത് ഇനി എത്രത്തോളം നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. കാരണം നേരത്തെയും ആ ഒരു പരാതിയിലും ആ യുവതി പറയുന്നുണ്ട് ഇത്തരത്തിൽ നിയമവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോലീസിനെ സമീപിക്കാത്തത് അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകാത്ത എന്നൊരു കാര്യം യുവതി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ SIT ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ യുവതിയെ സമീപിക്കുമ്പോൾ മൊഴി നൽകാൻ യുവതി തയ്യാറാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ സംശയമുണ്ട്. അത് ഇനിയിപ്പോൾ SITയുടെ നീക്കത്തിനനുസരിച്ചായിരിക്കും അതിലൊക്കെ തന്നെ ഉറപ്പ് അല്ലെങ്കിൽ വ്യക്തത വരുത്തുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഒരു പരാതി വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു പരാതി ഇന്നലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ആ പരാതിയാണ് ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ സ്വദേശിനിയായ 23-കാരിയാണ് ഈ ഒരു പരാതി നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം, അതായത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായി ഉപദ്രവിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേട്ടക്കാരനാണ് എന്ന തരത്തിലൊക്കെ തന്നെ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ സുഹൃത്തിനും പങ്കുണ്ട്, ഫെനി നൈനാൻ എന്നൊരു സുഹൃത്തിനും ഇതിൽ പങ്കുണ്ട് എന്നതും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇന്നലെ തന്നെ ഈ ഒരു ആരോപണം ഫെനി നൈനാൻ ഈ ഒരു ആരോപണത്തെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു SIT അന്വേഷണമായി അല്ലെങ്കിൽ ഈ ഒരു SIT അന്വേഷണമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന അതിലെതിരെയുള്ള രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ ഈ ഒരു പരാതി. നേരിട്ടുള്ള ഒരു രണ്ടാമത്തെ പരാതിയാണ് ഇത് യുവതിയുടെ. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് ഈ ഒരു യുവതി. ആ യുവതിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലോട്ടാണ് SIT കടക്കുന്നത്. കാളിദാസ്. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. മങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്നുള്ള